വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. ഇന്ന് ലഞ്ച് കഴിക്കാൻ പോണ എവിടെയാണെന്നറിയോ? അപ്പോൾ ഫിഷ് കറി മീൽസ് ഒന്നും അല്ലാതെ നല്ലൊരു വെജിറ്റേറിയൻ ഊണ്. അതായത് എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഊണെന്ന് പറയാം. അത് ഓരോ ദിവസം ഉണ്ടാലും ഓരോ ടേസ്റ്റിൽ വേറെ വേറെ ഡിഷസ് ആയിട്ട് കിട്ടുന്ന ഒരു ഊണ് പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. എവിടെയെന്ന് കണ്ടേ വാ. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലം വേറെ എവിടെയുമല്ല, നമ്മുടെ ബൈപ്പാസിലുള്ള പാലാരിവട്ടം എത്തുന്നതിന് മുമ്പ്, വൈറ്റിലേന്ന് പാലാരിവട്ടം എത്തുന്നതിന് മുമ്പ് ബൈപ്പാസിലുള്ള ബൃന്ദാവൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ ഊണെന്നല്ല കേട്ടോ, ഇവിടുത്തെ എല്ലാം അടിപൊളിയാണ്. കോഫി ആണെങ്കിലും ചാട്ടാണെങ്കിലും കേർഡ് വട ആണെങ്കിലും മസാല ദോശയാണെങ്കിലും ഗീ റോസ്റ്റ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഉള്ള ചട്നീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. എസ്പെഷ്യലി ലഞ്ച് അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ വന്നിരുന്നു. കുറച്ച് തിരക്കുണ്ടാവും, അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ വെയിറ്റ് ചെയ്തത് വേർത്താണ്. അപ്പോൾ കയറി പെട്ടെന്ന് ഞങ്ങൾക്കൊരു 5 മിനിറ്റ്സ് പോലും എടുത്തില്ല കേട്ടോ. അതിന് മുമ്പ് സീറ്റ് കിട്ടി. അവർ ഇലയിലാണ് ചോറ് വിളമ്പുക. കുറേ കറികളുണ്ട്. ഇത്രയും തിരക്കുണ്ടായിട്ടും നമ്മളെ ഇങ്ങനെ അടുത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേരിങ്ങനെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. അതാണ് അവരുടെ ഒരു എന്താ പറയുക, ഒരു സർവീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇനി എന്തെങ്കിലും വേണോ എന്ന് എപ്പോഴും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പരിപ്പും സാമ്പാറും നല്ല അടിപൊളി കറികളും പപ്പടവും പായസവും ഒക്കെ ആയിട്ട് ഒരു കിഡിലൻ സദ്യ എന്ന് പറഞ്ഞാൽ കഴിച്ചാൽ മതിയാവുകയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 3 ദിവസം വീട്ടിലാണെങ്കിൽ ഉണ്ണണം അത്രയും റൈസ് ഒറ്റയടിക്ക് അവിടെ നിന്നുണ്ട്. അതായത് ഞാൻ ആദ്യം വാങ്ങിയ റൈസ് കൂടാതെ ഞാൻ വീണ്ടും അത്രയും റൈസ് തന്നെ വീണ്ടും വാങ്ങി. ഒരു 3-4-5 വായ്ക്ക് പ്രാത്തുവിന് കൊടുത്തിട്ടുണ്ടാകും. ബാക്കി ഫുൾ ഞാൻ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. കാരണം അത്ര ടേസ്റ്റാണ്. തോരനൊക്കെ പാത്തൊരു ഭയങ്കര ഇഷ്ടമായി. തോരൻ അടിപൊളിയാണ്, അവിയൽ അടിപൊളിയാണ്, കൂർക്കയുടെ ഒരു കറി ഉണ്ടായിരുന്നു, അതും അടിപൊളിയാണ്. എല്ലാം ടേസ്റ്റാണ്. പിന്നെ മോരുണ്ട്, രസമുണ്ട്, കട്ടത്തൈരുണ്ട്, അടിപൊളി അച്ചാറുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നെവർ മിസ് ചെയ്യണം, ഒരിക്കലും മിസ് ചെയ്യരുത്. കൊച്ചിയിൽ വന്നാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇപ്പോൾ പുറത്തുള്ളവരാണെങ്കിലും വന്നാലും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സ്പേസാണ് ബൃന്ദാവൻ. ലഞ്ചോ ഡിന്നറോ ഈവനിങ്ങോ കോഫിയോ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ പാത്ത് കേർഡ് റൈസ് ആണ് പറഞ്ഞത്. കേർഡ് റൈസ് തീർന്നു പോയി. അപ്പോൾ അത് കാരണം അവൾ മഷ്റൂം ന്യൂഡിൽസ് പറഞ്ഞു. പക്ഷേ ന്യൂഡിൽസ് എത്തുന്നതിന് മുമ്പേ അവൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഊണ് കഴിച്ച് ഉള്ള വിശപ്പ് മാറിയോണ്ട് ന്യൂഡിൽസ് ഞങ്ങൾ അങ്ങനെ പാക്ക് ചെയ്തു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോരാൻ നേരത്ത് ഈ ന്യൂഡിൽസ് എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ പാക്ക് ചെയ്തത് മേടിച്ചില്ലല്ലോ. ഞാനപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു. ആക്ച്വലി നമ്മളെ കാണാതായപ്പോൾ അവരത് കളഞ്ഞിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വന്നോളൂ, നമ്മൾ വേറെ പ്രിപ്പയർ ചെയ്ത് തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സർവീസും കൂടെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. നമ്മൾ എടുത്തു വെച്ച ഒരു സാധനം അവർ രണ്ടാമത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും നല്ലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു സർവീസ് നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. ഇത് അവരുടെ കസ്റ്റമർ സർവീസിൻ്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പായസവും പപ്പടമൊക്കെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു കിഡിലൻ എഫക്റ്റ് ആയിരുന്നു. അത്യാവശ്യം മധുരമുള്ളൊരു പായസമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ബൃന്ദാവൻ റെസ്റ്റോറൻറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.